പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ.
അല്പമുണർന്നിടാ. നിന്റെ ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരായി മരിച്ചോ കരുണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവരഭാഗത്തിൽ. മക്കളുടെ പങ്കുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹാലേലൂയ. പൂക്കുന്നത് വയലിൽ പൂവ് ചെടി പോലെ പാർക്കുമോ ശരണ താരൻ കൃപയേൻ മരണടഞ്ഞൊരു ദാസിയെ നിൻ ജീവസ്വരമർത്തണമേ ധ്യാനത്തിനായി വിരകുന്നോൻ രാജാവിരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രോദരാമ്യവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്നോരോരുവിരോടെഴുന്നേറ്റു വിരകും നീ ചെയ്തിടുന്നു പാർക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായിടാഞ്ഞ നിന്നും അവൻ ജീവിക്കാൻ അങ്ങെത്തിയിട്ടുള്ള ജീവിച്ചതു ഞാൻ നിന്നും കാത്തരുളിന്റെ മഹത്വം മുറിയോറാഹിൻ മേലൈനു ആധാരേൻ മരമാതിരെ കർത്താവേ കള്ളനെ കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടീടെ അനുഗ്രഹം ജീവിക്കുന്ന പതിവ് നോക്കി പാദം വെച്ചതിന്റെ തരുന്നേ അബ്രാഹിമിന്റെ ഇസാഖിന്റെ അഭിലസിപ്പിക്കണമേ ഒന്നിനും വാഴ്ത്തപ്പെട്ട സ്ത്രീകളും ആത്മാക്കളും എന്നിട്ട് സ്വർഗോരാകണമേ ആമീൻ. ഞങ്ങളോട് താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് താവേ നിനക്ക് സ്തുതി. ഞങ്ങളോട് താവേ നിനക്ക് സ്തുതി. എന്നേക്കും ശരണമേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വെച്ചതുമാകണമേ. നിന്റെ രാജ്യം വേണമേ. സ്രോതരെ പോലെ ഭൂമിയിൽ കാണുമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാടുകൾ ക്ഷമിച്ചു പോലെ ഭാവനങ്ങൾ ക്ഷമിക്കണമേ. പരിശീലേക്ക് പ്രവേശിപ്പിക്കരുത്. വിനിയോഗങ്ങളെ ചൊല്ലണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മാത്രമേക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ സമാധാനം ഞങ്ങളോർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെടാവുന്നു. ഞങ്ങളോർത്താവേ ശിംശിയ വാഴ്ത്തപ്പെടാവുന്ന ദൈവമാതായി പരിശ്രേണി ഓർത്തറിയമേ ബ്രാൻഡേ ആയുള്ളവർക്ക് വേണ്ടി ഇപ്പോഴിപ്പോൾ ഞങ്ങളുടെ സമയത്ത് കന്യവാനായ ദൈവമേ നിനക്ക് സ്തുതി സ്തോത്രം കർത്താവേ. ഞങ്ങളിത് വാങ്ങിപ്പോയ ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ ഈ മാതാവ് ജീവിച്ചപ്പോൾ ഞങ്ങൾക്കൊരു മാതൃകയെ കരുതുന്ന വാഴ്യത്തിൻ്റെ കൊണ്ടക്കോണം കർത്താവെ മക്കൾക്ക് കുറിച്ച് മാത്രം നീ ഒരു കൃപയായിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവി മാതാവിന് വേറെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെയും മിനിത്രാകാതിരെ ആസ്വദിപ്പിക്കാൻ അവിടത്തേക്കല്ല മറ്റാർക്കും കഴിയുകയില്ല. അവിടുത്തെ കരുനീട്ടി അവരെ നീ ആസ്വദിക്കാൻ ദിവസമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവി അമ്മച്ചിയുടെ ബാക്കിയുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹം നടത്തുവാൻ തക്കോണം കാലാവസ്ഥയും മറ്റ് യാത്രാകരികളും എല്ലാം അനുകൂലമാക്കി തരുവാൻ അവിടുത്തെ ദിവസമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ നീ മഹത്വം എഴുന്നള്ളി വരുമ്പോൾ മാതാവിനോടൊപ്പം നിന്നെ സ്വീകരിക്കാൻ അവിടെ ഞങ്ങൾക്കും കൃപ സാഹചര്യം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും തിരുനാമത്തിൽ തീരുവന്നക്കോണം കർത്താവി മാതാവിൻ്റെ ആത്മഹത്യ തീരുവന്നക്കോണം അനുഗ്രഹമായ തീരുവാൻ അവിടെ സാന്നിധ്യം കൃപയും ഞങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവി കർത്താവി തന്ന എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവി നമുക്ക് കൂടെ ഇരിക്കുന്ന മക്കളെയും എന്നിട്ട് നീ ആസ്വദിപ്പിക്കണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവി സർവ്വതിരുനാമത്തിൽ ദിവസമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരം കന്യമർത്തറിയാമ്മയുടെയും ഞങ്ങളുടെ കാൽക്കിതാക്കന്മാരെ മർത്തമാസിയുടെയും ശേഷം ശുദ്ധിമാന്മാരുടെയും ശുദ്ധി മധ്യസ്ഥരണമേ ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും ജീവിതങ്ങളിലും ജീവിപ്പിക്കുന്നതായ സവാസം കാരണമാണ് ദൈവമേ ഞങ്ങളെല്ലാവരും കൂടി പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് വാങ്ങിക്കാരൻ ചില ആത്മാവിനോടുകൂടി ഇപ്പോൾ എല്ലായ്പ്പോഴും നയിക്കുന്നതായിരിക്കണമേ ആമീൻ.
യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ഭക്തരിൻ ഭാഗ്യതാലമേ പരിമളസ്ഥലം നീ. ദുഃഖം വിചാരം പ്രയത്നം ദുഃഖം വിചാരം പ്രയത്നം രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും
എന്നു ഞാൻ വന്നു ചേരും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും യെരൂശലേമിൻ ഇന്നവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും ശ്രേഷ്ഠനാടകാവുകളും തോട്ടങ്ങളും എല്ലാം കാട്ടുവാനിടയില്ലാത്ത കൂട്ടമരങ്ങൾ കാട്ടുവാനിടയില്ലാത്ത കൂട്ടമരങ്ങൾ യെരൂശലേമിൻ ഇന്നവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും ജീവനദി ഇമ്പശബ്ദം മേവിയതിലൂടെ പോവതും ഈരാറു വൃക്ഷം നിൽപ്പതും മൂടി പോവതും ഈരാറു വൃക്ഷം നിൽപ്പതും മൂടി
യെരൂശലേമിൻ അധിപനീശോ തിരുമുൻ ഞാൻ സ്തുതി പാടാം. വരും വരെയും അരികിൽ വാ ഇരിക്കണം നാഥ. വരും വരെയും അരികിൽ വാ ഇരിക്കണം നാഥ. യെരൂശലേമിൻ നിന്നവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും. Psalm 90. Lord, you have been our dwelling place throughout all generations. Before the mountains were born, or you brought forth the earth and the world, from everlasting to everlasting you are God. You turn men back to dust, saying, return to dust, O sons of men. For 1,000 years in your sight are like a day that has just gone by, or like a watch in the night. You sweep men away in the sleep of death. They are like the new grass of the morning. Though in the morning it springs up new, but by evening it is dry and withered. We are consumed by your anger and terrified by your indignation. You have set our iniquities before you, our secret sins in the light of your presence. All our days pass away under your wrath. We finish our years with a moan. The length of our days is 70 years, or 80, if we have the strength.
yet their span is but trouble and sorrow. For they quickly pass, and we fly away. Who knows the power of your anger? For your wrath is as great as the fear that is due you. Teach us to number our days aright, that we may gain a heart of wisdom. Relent, O Lord, how long will it be? Have compassion on your servants. Satisfy us in the morning with your unfailing love, that we may sing for joy and be glad all our days. Make us glad for as many days as you have afflicted us, for as many years as we have seen trouble. May your deeds be shown to your servants, your splendor to their children. May the favor of the Lord our God rest upon us. Establish the work of our hands for us. Yes, establish the work of our hands. Glory be to thee, O God, Bartimor. ജീവൻ പോയിടുമ്പോൾ സ്നേഹിതന്മാർ നന്നായി ചേർന്നരികിൽ നിൽക്കും. ക്ലേശമോടെല്ലാരും കണ്ണുനീർ തൂകിടും. ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലില്ലെന്നോതുവാൻ ഭൂതലയാരുള്ളൂ. ഭാര്യ മക്കൾ ബന്ധു മിത്രരുമന്ത്യത്തിൽ ഖേദം പെരുകിട്ടു മാർവിലടിക്കുന്നു. ഏവനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്തപ്പോൾ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു. കണ്ണുകളടയുമ്പോൾ കേൾവി കുറയുമ്പോൾ എൻ മണവാള നിൻ ക്രൂശിനെ കാണിക്കാം. ദൈവമേ, നിൻ മുന്നിൽ ഞാൻ വരും നേരത്തിൽ നിന്നരികിൽ നിൽപ്പാൻ യോഗ്യനാകേണമേ. യേശു മണവാള സകലവും മോചിച്ചു നിന്നരികിൽ നിൽപ്പാൻ യോഗ്യനാകേണമേ. പൊന്നുകർത്താവേ, നിൻ തങ്കരുതീരത്താ ജീവിത വസ്ത്രത്തിൽ വെണ്മയെ നൽകണേ. മരണത്തിൻ വേദന ദേഹത്തെ തള്ളുമ്പോൾ ദൈവമേ, നീയല്ലാതാരെനിക്കാശ്രയം. യോർദാന്റെ തീരത്തിൽ ഞാൻ വരും നേരത്തിൽ കാൽകളെ വേഗം നീ അക്കരയാക്കണേ. ഭൂവിലെ വാസം ഞാൻ എപ്പോൾ വേടിഞ്ഞാലും കർത്താവിൻ രാജ്യത്തിൽ നിത്യമായി പാർത്തിടും. ഇമ്പമേറും സ്വർഗേ എൻ പിതാവിൻ വീട്ടിൽ ആയുസനന്ദമായി വാഴുമാറാകണേ. The reading from 1 Corinthians chapter 15, verses 35 onwards. Bartimor. But someone may say, how are the dead raised? With what kind of body will they come back? The resurrection body. You fool, what you sow is not brought to life unless it dies. And what you sow is not the body that is to be, but a bare kernel of wheat, perhaps, or of some other kind. But God gives it a body as he chooses, and to each of the seeds its own body. Not all flesh is the same, but there is one kind for human beings, another kind of flesh for animals, another kind of flesh for birds, and another for fish. There are both heavenly bodies and earthly bodies, but the brightness of the heavenly is one kind, and that of the earthly another. The brightness of the sun is one kind, the brightness of the moon another, and the brightness of the stars another. For star differs
from the star in brightness. So also is the resurrection of the dead. It is sown corruptible, it is raised incorruptible. It is sown dishonorable, it is raised glorious. It is sown weak, it is raised powerful. It is sown a natural body, it is raised a spiritual body. If there is a natural body, there is also a spiritual one. So too it is written, the first man, Adam, became a living being, the last Adam a living, life-giving spirit. But the spiritual was not first, rather the natural and then the spiritual. The first man was from the earth, earthly. The second man from heaven. As was the earthly one, so also are the earthly. And as is the heavenly, so also are the heavenly. Just as we have borne the image of the earthly one, we shall also bear the image of the heavenly one. The resurrection event. This I declare, brothers. Flesh and blood cannot inherit the kingdom of God, nor does corruption inherit incorruption. Behold, I tell you a mystery. We shall not all fall asleep, but we will all be changed. In an instant, in the blink of an eye, at the last trumpet. For the trumpet will sound, the dead will be raised incorruptible, and we shall be changed. For that which is corruptible must clothe itself with incorruptibility, and that which is mortal must clothe itself with immortality. And when this which is corruptible clothes itself with incorruptibility, and this which is mortal clothes itself with immortality, then the word that is written shall come about. Death is swallowed up in victory. Where, O death, is your victory? Where, O death, is your sting? The sting of death is a sin, and the power of sin is the law. But thanks be to God, who gives us the victory through our Lord Jesus Christ. Therefore, my beloved brothers, be firm, steadfast, always fully devoted to the work of the Lord, knowing that in the Lord your labor is not in vain. Barikimor. Song number 102 സങ്കീർത്തനം. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കഷ്ടദിവസത്തിൽ എൻ്റെ മുഖം എനിക്ക് മറക്കരുതേ, എൻ്റെ ചെവിയെങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം വരണമേ. എൻ്റെ നാളുകൾ പക പോലെ കഴിഞ്ഞു പോകുന്നു, എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. എൻ്റെ ഹൃദയം എരിഞ്ഞ് പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോടെ പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന പോലെയാകുന്നു. എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു, എന്നോട് ചീറുന്നവൻ്റെ പേർ ചൊല്ലി ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു, എൻ്റെ പാനീയത്തിൽ കണ്ണുനീർ കലങ്ങുന്നു. നിന്റെ കോപം ക്രോധം ഏതുപാട് തന്നെ, നീ എൻ്റെ അടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ. എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്നതിൽ പോലെയാകുന്നു, ഞാൻ പുല്ല് പോലെ ഉണങ്ങിപ്പോകുന്നു. നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുള്ള നിൽക്കും. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ അതിനെ സമയം വന്നിരിക്കുന്നു. Psalm number 2. The Gospel of John, chapter 5, verses 19 to 29. Jesus answered and said to them, Amen, amen, I say to you, a son cannot do anything on his own, but only what he sees his father doing. For what he does, his son will do also. For the Father loves his Son and shows him everything that he himself does. And he will show him greater works than these, so that you may be amazed. For just as the Father raises the dead and gives life, so also does the Son give life to whomever he wishes. Nor does the Father judge anyone, but he has given all judgment to his Son, so that all may honor the Son just as they honor the Father. Whoever does not honor the Son does not honor the Father who sent him. Amen, amen, I say to you, whoever hears my word and believes in the one who sent me has eternal life, and will not come to condemnation,
but has passed from death to life. Amen, amen, I say to you, the hour is coming and is now here when the dead will hear the voice of the Son of God, and those who hear will live. For just as the Father has life in himself, so also he gave to his Son the possession of life in himself. And he gave him power to exercise judgment, because he is the Son of Man. Do not be amazed at this, because the hour is coming in which all who are in the tombs will hear his voice, and will come out, those who have done good deeds to the resurrection of life, but those who have done wicked deeds to the resurrection of condemnation. Barikimor. Song number 9. No, sorry. ബഹുമാന്യനായ അച്ഛനെ, ബന്ധുജനങ്ങളെ, സ്നേഹിതരെ, എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ എൻ്റെ അമ്മായിയാണ്. അമ്മായി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ ഭാര്യ. അമ്മായിയുടെ ദേഹവിയോഗം വരുത്തി വെച്ചത് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു നഷ്ടമാണ്. വേർപാടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ദുഃഖമുണ്ടാകും. എന്നാൽ ഈ വേർപാട് നമുക്ക് വീണ്ടും ഒരിക്കൽ ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റാത്തൊരു വേർപാടാണ്. എന്നാൽ നിത്യതയിൽ നമുക്കെല്ലാം ഒന്നിച്ച് കാണാം. ക്രിസ്ത്യൻ ബിലീഫ് അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കാണാം എന്നുള്ള ഒരു പ്രത്യാശയുണ്ട് നമുക്ക്. അമ്മായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശാന്ത സ്വഭാവവും, നിങ്ങൾക്ക് അറിയാവുന്നവർക്കെല്ലാം അറിയാം, വളരെ ശാന്ത സ്വഭാവവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അമ്മായിയെക്കുറിച്ച് പറയുമ്പോൾ ആ ചിരി. എപ്പോഴും വളരെ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. കൂടുതൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെയും അമ്മയെക്കുറിച്ച് നല്ലവണ്ണം ഇടപെട്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കോന്നി ഇല്ലിരിക്കൽ ഫാമിലിയിൽപ്പെട്ട അമ്മായി കൂടലിൽ എണ്ണശ്ശേരി കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ അമ്മയായിട്ടും നാത്തൂനായിട്ടും മരുമകളായിട്ടും അമ്മായിയായിട്ടും ഒക്കെ വളരെ ഭംഗിയായിട്ട് തൻ്റെ കർത്തവ്യം നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഒരു സംശയമില്ലാതെ സാധിക്കും. കാരണം ഈ രണ്ട് കുടുംബങ്ങളും വളരെയധികം മെമ്പേഴ്സുള്ള കുടുംബങ്ങളാണ്. ഈ രണ്ട് കുടുംബങ്ങളുടെയും ഒരു ബോണ്ടേജിന് ഈ അമ്മായി ഒത്തിരി കാരണക്കാരിയായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഇവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. കാരണം എല്ലാ ജനങ്ങളുമായിട്ടും എനിക്ക് തന്നെ എന്തെങ്കിലും ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും റിലേറ്റീവ്സൊക്കെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് ആരാണെന്ന് ചിലപ്പോൾ നമുക്ക് പിടികിട്ടത്തില്ല. എന്നാലും ഉടനെ ഞാൻ അമ്മായിയെ വിളിക്കുന്നത്. സോ അമ്മായിക്ക് എല്ലാവരെക്കുറിച്ചും അറിയാം. റിലേഷനിൽ രണ്ട് കൂട്ടത്തിലേ ഉള്ള റിലേഷൻ അതിൻ്റെ പ്രാതിനിധ്യത്തോടുകൂടി കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ ആരുടെ ബർത്ത് ഡേറ്റ് നമുക്കറിയത്തില്ലെങ്കിലും അമ്മായിയോട് ചോദിച്ചാൽ മതി. അതിൻ്റെ സമയവും കാലവും മാസവും ഇയറും എല്ലാം വളരെ നല്ല ഓർമ്മയാണ്. അങ്ങനെ വളരെ വളരെ നല്ല ക്വാളിറ്റിയുടെ ഒരു ഉടമയായിരുന്നു. വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80, അത് കഴിഞ്ഞാൽ കഷ്ടപ്പാടും വേദനയും. എന്നാൽ അമ്മായി കഷ്ടതകളില്ലാത്ത, പരാതികളില്ലാത്ത, വേദനകളില്ലാത്ത ഒരു തൻ കർത്താവിൽ വാങ്ങിപ്പോയിരിക്കുകയാണ്. അതിൽ നമുക്കെല്ലാവർക്കും നിത്യതയിൽ വീണ്ടും കാണാം. നമ്മുടെ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് നമുക്ക് നിത്യതയിൽ അമ്മായിയെ വീണ്ടും കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ ഒക്കെയും കഴിഞ്ഞു കൂടുന്നത്. കഴിഞ്ഞ ആഴ്ച
ഹോസ്പിറ്റലാകുന്നതിന് ഒരാഴ്ച മുമ്പ് എനിക്ക് അമ്മായിയുമായിട്ട് വളരെ കുറേ സമയം ചെലവഴിക്കാൻ സാധിച്ചു. ഒരു 41-ൻ്റെ ഓർമ്മയുടെ ഒരു പള്ളിയിൽ വെച്ചൊരു സർവീസ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കുകയും അമ്മയുടെ കൂടെ കുറേ സമയങ്ങൾ ചെലവഴിക്കുകയും ഒന്ന് പഴയതും പുതിയതുമായ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു. അതൊരു വലിയ ഒരു നല്ല ക്വാളിറ്റി ടൈമായിട്ട് ഞാനിപ്പോൾ അതിനെ കാണുന്നു. അന്ന് നമ്മൾ ആരും ഉദ്ദേശിച്ചില്ല ഇങ്ങനൊരു സഡനായിട്ടുള്ളൊരു സംഭവം വരും എന്നുള്ളത് ഒരിക്കലും കരുതിയിരുന്നില്ല. പിന്നീട് ഞാൻ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കാണുമ്പോൾ ആ മുഖത്ത് ഒരു പ്രാവശ്യം കൂടെ ആ ചിരി ഒന്ന് കേൾക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് ആശിച്ചു പോയി. പക്ഷേ നമ്മുടെയൊക്കെ ഇതിന് ബിയോണ്ടാണല്ലോ ദൈവത്തിൻ്റെ നിശ്ചയങ്ങൾ. അതുകൊണ്ട് അമ്മായി കുറേയേറെ നല്ല ഫുട് പ്രിൻസുകൾ നമുക്ക് വേണ്ടി ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ബോബി, നാട്ടിലായിരിക്കുന്ന മോനി, മിനി, ഞങ്ങളെല്ലാവരും ആ ഫുട് പ്രിൻസിനെ അതിനെ മാതൃകയാക്കി അതിൻ്റെ പിൻഗാമികളാകാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം എന്ന് മാത്രമേ അമ്മായിയോട് പറയാനുള്ളൂ. വീണ്ടും നിത്യതയിൽ നമുക്കൊന്നിച്ച് കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വാക്കുകൾ നിർത്തുന്നു. Thank you, Mr. Psalms 42, 1-8. As the deer pants for streams of water, so my soul pants for you, O God. My soul thirsts for God, for the living God. When can I go and meet with God? My tears have been my food day and night, while men say to me all day long, where is your God? These things I remember as I pour out my soul, how I used to go into the minute, leading the procession to the house of God, with the shouts of joy and thanksgiving among the feast throng. Why are you downcast, O my soul? Why so disrupted within me? Put your hope in God, for I will yet praise him, my Savior and my God. My soul is downcast within me. Therefore I will remember you from the land of Jordan, the height of Hermon, from Mount Mizar. Deep calls to the deep, and the roar of your waterfalls. All your waves and breakers have swept over me. By day the Lord directs his love. All night his song is with me. A prayer to the God of my life. Barkimore. വന്നി വൈദികരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ബോബിയുടെ മുഖം കാണുമ്പോൾ പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ബോബിയുടെ വീട്ടിൽ വെച്ച് നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ അന്ന് നടത്തിയ അനുസ്മരണ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞു. മോശ മരിച്ചു, ദൈവം അവനെ അടക്കം ചെയ്തു. പ്രിയമുള്ളവരെ, അച്ഛൻ്റെ ഈ വാക്ക് പറഞ്ഞു നിർത്തുന്ന സംസാരിച്ച് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അച്ഛൻ്റെ അന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഊളിയിട്ടിറങ്ങി. മോശയെ നമ്മൾ അവസാനം കാണുന്നത് മൗണ്ട് നീബോയിൽ വെച്ചാണ്. അവിടെയാണ് ആ മൗണ്ട് നീബോയിൽ നിന്നുകൊണ്ടാണ് മോശ കാനാൻ ദേശം കാണുന്നത്. മോശ മരിക്കുന്നതും ദൈവം അവനെ അടക്കം ചെയ്തു എന്ന് പറയുന്നതും ആ സ്ഥലത്താണ്. 2014 മെയ് മാസം സെൻറ്റ് ബെസേലിയസ് ചർച്ചിൽ നിന്നും ഹോളി ലാൻഡിലേക്ക് പോയ ട്രിപ്പിൽ പ്രിയപ്പെട്ട അമ്മയും ഞാനും സഹയാത്രികരായിരുന്നു. മൗണ്ട് നീബോയുടെ താഴ്വരയിൽ ഞങ്ങളുടെ ബസ് കൊണ്ട് നിർത്തി. അവിടെ നിന്ന് ഒരു ചരിഞ്ഞ കയറ്റം കയറി വേണം മേളിലോട്ട് എത്താനായിട്ട്. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് തോളോട് ചേർന്ന് നടന്ന ആ സംഭവം ഞാൻ ഓർക്കുകയായിരുന്നു. 10 ദിവസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഓരോ ദിവസവും അമ്മ വളരെ അതീവ സന്തോഷത്തോടെയാണ് എല്ലാ സ്ഥലങ്ങളിലും വന്നതും
തൻ്റെ പ്രയാസവും പ്രായവും ബുദ്ധിമുട്ടുകളും ഒക്കെ മറച്ചു വെച്ച് സന്തോഷത്തോടുകൂടി എല്ലാം കാണാനും ഞങ്ങളോടൊപ്പം നടന്നു വരികയായിരുന്നു. അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ളൊരു മാതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അധികം സംസാരിക്കത്തില്ല, പക്ഷേ ഇവിടെ നേരത്തെ ഷാജി പറഞ്ഞതുപോലെ വളരെ വളരെ ഓർമ്മകൾ അമ്മ സൂക്ഷിച്ചിരുന്നു. ആരെ കണ്ടാലും മറ്റുള്ളവരെ, അവരുടെ അടുത്ത ആൾക്കാരെ കുറിച്ചുള്ള ചോദിക്കാനും പറയാനും അമ്മ അതത്ര ഓർമ്മയുള്ള ഒരു വ്യക്തിയായിരുന്നു. അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാത്ത ഒരു കുഞ്ഞുങ്ങളും അമ്മയെ അറിയാവുന്നവരുണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലെ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാതെ പോയവർ. അമ്മയുടെ വേർപാട് ബോബിയുടെ കുടുംബത്തിൻ്റെ മാത്രം നഷ്ടമല്ല, നമ്മുടെ പള്ളിയിലെ ഓരോ കുടുംബങ്ങളുടെയും വലിയൊരു നഷ്ടമാണ്. അമ്മ നമ്മളെക്കുറിച്ച് എത്രമാത്രം കൺസേൺ ആയിരുന്നോ ജീവിച്ചിരുന്നപ്പോൾ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് വേണ്ടിയുള്ള വാസസ്ഥലം ഒരുക്കുവാനും തമ്പുരാനോട് അപേക്ഷിക്കാനുമായിട്ട് അമ്മ സ്വർഗത്തിൽ നമുക്ക് മുമ്പായി പോകുന്നുവെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. കഴിഞ്ഞ ഡിസംബർ 15 ഇതേ ഹോളിൽ, ഇതേ ഫ്യൂണറൽ ഹോമിൽ മറ്റൊരു വേദനാജനകമായ ഒരു യാത്രയപ്പ് നമ്മൾ നടത്തി. അന്ന് നമ്മുടെ കൂടെ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ ഇരുന്ന ഈ അമ്മയാണ് ഇത്ര വേഗം മറ്റൊരു യാത്രയപ്പ് കൂടി നടത്തേണ്ടി വരുമെന്നുള്ള കാര്യം വളരെ വേദനാജനകമാണ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ വേദനിക്കുന്നവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം തന്നെ കുടുംബാംഗങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ. അമ്മയെ അടുത്തറിയാവുന്നവർക്കറിയാം, അമ്മയുടെ ജീവിതം ഒരു സ്വച്ഛന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയായിരുന്നു. വലിയ തിരമാലകളോ ഒഴുക്കുകളോ ബഹളമോ ഒന്നുമില്ലാതെ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു നദി. എല്ലാവരോടും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും പെരുമാറുന്ന സ്വഭാവം. എത്ര ചോദ്യങ്ങൾക്കാണേലും ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ പുഞ്ചിരിയിൽ ഒതുക്കുന്ന ഒരു മറുപടി. അതായിരുന്നു അമ്മ. അമ്മയുടെ സ്നേഹം ഇനിയും ലഭിക്കില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. ആ ദുഃഖത്തോടുകൂടി തന്നെയാണ് അമ്മയെ നമ്മൾ യാത്രയാക്കുന്നത്. എങ്കിലും അമ്മ നമ്മളെ ഒരിക്കലും മറക്കില്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളൊരു പ്രത്യാശയുണ്ട്. ബോബിയും ജയയും സെൻറ്റ് ബെസേലിയസ് സൺഡേ സ്കൂളിൻ്റെ ടീച്ചേഴ്സാണ്. ജോളി സൺഡേ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ. സെൻറ്റ് ബെസേലിയസ് സൺഡേ സ്കൂളിൻ്റെ എല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേര് ആത്മാർത്ഥമായി അഗാധമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Psalms chapter 103, verses 11 to 22. For as the heavens tower over earth, so his mercy towers over those who fear him. As far as the east is from the west, so far has he removed our sins from us. As a father has compassion on his children, so the Lord has compassion on those who fear him. For he knows how we are formed, remembers that we are dust. As for man, his days are like the grass. He blossoms like a flower in the field. A wind sweeps over it, and it is gone. Its place knows it no more. But the Lord's mercy is from age to age, toward those who fear him. His salvation is for the children's children, of those who keep his covenant, and remember to carry out his precepts. The Lord has set his throne in heaven. His dominion extends over all. Bless the Lord, all you his angels, mighty in strength, acting at his behest, obedient to his command. Bless the Lord, all you his hosts, his ministers who carry out his will. Bless the Lord, all his creatures, everywhere in his domain. Bless the Lord, my soul. Barakimar.
ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ വാക്കുകൾ കൊണ്ട് ഈ ദുഃഖത്തെ മാറ്റാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, ഏതാണ്ട് 1992 തൊട്ടാണ് ബോബിയുടെ കുടുംബത്തെയും PC വർഗീസ്റ്റാൻ്റെ കുടുംബത്തെയും ഞങ്ങൾ പരിചയപ്പെടുകയും അന്ന് തൊട്ട് അവരുമായുള്ള സുഹൃത്ത് ബന്ധം ഊഷ്മളതയോടുകൂടി പരിരക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. അന്ന് സെൻറ്റ് ബസേലിയോസ് പള്ളി തുടങ്ങുമ്പോൾ ഞാനായിരുന്നു എല്ലാം. വർഗീസ് ചായന്, ബോബിയും ഇവരുമെല്ലാം പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്. ഞാൻ വരുന്നിടം വരെ അവർ രാവിലെ ചിലപ്പോൾ ഞാൻ താമസിച്ച് വരും. അവിടെ വെയിറ്റ് ചെയ്യും. ഒരു കൊച്ചു സ്കൂളിലെ ഒരു കൊച്ചു മുറിയിലായിരുന്നു ഞങ്ങളുടെ ആരാധന. അത്രമാത്രം വിശ്വാസത്തിൽ തീവ്രതയുള്ള ഒരു കുടുംബമായിരുന്നു. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, നമ്മൾ സഭയിൽ ജനിച്ച് സഭയിൽ വളർന്ന് സഭയിൽ മരിച്ച് പ്രത്യാശയോടെ നോക്കിയിരിക്കുകയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ. അങ്ങനെയുള്ള ഒരു പ്രത്യാശയുടെ കുടുംബമാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഇഷ്ടപ്പെട്ടവരൊക്കെ കടന്നു പോകുമ്പോൾ ആ പ്രത്യാശയാണ് നമുക്ക് ഉള്ളത്. അമ്മച്ചിയെപ്പറ്റി ഒരു വാക്കിൽ ഒരു ഗുണം പറയണം എന്ന് തോന്നുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്, നമ്മളൊക്കെ നമ്മളല്ലാത്തതായ എന്തോ ആകാനുള്ള ശ്രമങ്ങളാണ്. നമ്മളെല്ലാം അതിനുവേണ്ടി വാദിക്കും, പ്രവർത്തിക്കും. നമ്മളല്ലാത്തത് എന്തോ ആക്കി തീർക്കാനുള്ള ശ്രമം. അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം താനല്ലാത്തതൊന്നും ആകാൻ അമ്മച്ചി ശ്രമിച്ചിട്ടില്ല. താൻ എന്താണോ അതിൽ കംഫർട്ടായിരുന്നു, അതിൽ താല്പര്യവും അതിൽ ഐശ്വര്യവും കണ്ട ഒരു മഹത് സ്ത്രീയായിരുന്നു അമ്മച്ചി. എൻ്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നത് 2 വേദവാക്യമാണ്. ഒന്ന് എസ്കലേഷ്യൻസ് എഴുതിയത് 7-ാം അധ്യായം 1-ാം വാക്യം. എ ഗുഡ് നെയിം ഈസ് ബെറ്റർ ദാൻ പ്രഷ്യസ് ഓയിൻമെന്റ് and the day of death than the day of one's birth. ഒരു നല്ല പേര് ഉണ്ടാക്കുക എന്നുള്ളത് നല്ല ഓയിൻമെന്റിനെക്കാട്ടിലും നല്ലതാണ്. ഈ അവസരത്തിലൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഒരു നല്ല പേരുണ്ടാക്കിയ അമ്മച്ചിയായിരുന്നു. That's what we should do. രണ്ടാമത് ഒരു വേദവാക്യം കൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞാൻ നിർത്തുകയാണ്. റോമർക്ക് എഴുതിയ അധ്യായം 8-ാം അധ്യായം 18-ാം വാക്യം. For I reckon that the suffering of this present time are not worthy to be compared with the glory which shall be revealed in us through Lord Jesus Christ. അറിയാം, വേദനയാണ്, സങ്കടമാണ്. പക്ഷേ പൗലോസ്ലീഹ റോമരോട് പറഞ്ഞിരിക്കുന്നു, the glory we all waiting for is not worthy of the suffering we getting now. ആ പ്രത്യാശ നമ്മളെ എല്ലാം നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സെന്റ് ബസേലിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെയും എൻ്റെ കൊച്ചു കുടുംബത്തിൻ്റെയും നാമത്തിലുള്ള ആദരാഞ്ജലികൾ അമ്മച്ചിയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു മിസ്റ്റർ ജേക്കബ്. Remembrance by Mr. Philip Uman and his nephew.
Fear not, I am with thee. I am the Lord your God. I will never leave you, never forsake you. This is the word that comes to mind. Whoever we are, we have to look to him. Without fear, we live in this world. My imagination goes back to around 60 years back, maybe 58, 60 years back. The first time when I saw auntie, I say auntie, Papa Chan was my Ammachan. And since then, I call her auntie. I saw auntie first time when after marriage, she came to Jabalpur with Papa Chan. That first time and today, when I met last time on 21st of January, her face has a smiling face. I never saw her serious or anger. I never saw her. When we lived there in Jabalpur so many years, whenever I visit them, I always see that punjiri, that smile on her face. And whenever I visit there, a motherly treatment always I get. That mother's compassion, that was for her, with her, and for all, like children like me. At that time, when she married and came there, I was studying in the school, third or fourth standard something. So that was her nature. And in my life, I never saw that she is talking to anyone angrily, or she never says something about, just like people say some wrong thing or something against them. I never saw her. That was her nature. Until that she kept that nature or that temperament. Sometimes the age goes on, with a ripe age, the people become angry or the changes, the nature changes. But that was not with her. That was cool, comfortable, compassionate was her. And every flower that blooms on this earth, that's withered away. Every baby that takes birth on this world, one day has to go on. We know this fact. This is what the principle is there on this earth. But even then, when somebody leaves us, our hearts are broken. With that broken heart, I am here right now. I know the pain that Bobby, Minnie, and Moni, their 3 children, and their family members, everybody going through right now. Though we know the fact, one day we are also supposed to be passed through this world. But that pain will continue for longer, I know. It cannot be removed from our hearts. But this occasion, such occasions, this is a great message for us also. According to St. John's chapter 1, first verse, the God says, be not be worried. Keep faith in God. Believe in God. Believe in me too. My Father's house has many rooms. I am going to prepare a place for you, so that where I am, there you should be. This word, where I am, there you should be. This is a great love of God that shows us. That is a hope. In that hope only we live. God's loved so much that that word has come out of his mouth. That where I am, you will be. I am preparing a room for you.
And that the place that God has prepared for us, that will be available to only those who love Him, who live as per a righteous life that God wants. And that everything I find in Auntie. Since my all 58, 60 years I've seen her. She has that. That was a perfect word for her. That I always remember about her. That is what I always say. She is very quiet, comfortable with everyone, and that way she lived. So I am sure the God who has prepared a place for her, she is there. That is our consolation. That is our comfort. And one day, on the second coming of Jesus, we will meet her. That is our faith. That is our joy. And with that joy, we have to live now. Thank you. ഹല്ലേലൂയ പാടിയിടും ഞാൻ, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്തു തരും, ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കെരൂബുകൾ കൂടാരത്തിനകത്തുണ്ട്. ശെഖേനയുണ്ടവിടെ, കൂടാരത്തിനകത്തുണ്ട്. ശെഖേനയുണ്ടവിടെ. ഭക്തന്മാരാം സഹോദരർ വിളിക്കുമ്പോൾ കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, മേശമേലെൻ്റപ്പമുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, മേശമേലെൻ്റപ്പമുണ്ട്. പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ, എന്നും എൻ്റെ രക്ഷയവൻ. യാഗപീഠമവനത്രേ, എന്നും എൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിത്തളത്തൊട്ടിയുമുണ്ട്. സ്വച്ഛജലം വച്ചിട്ടുള്ള
ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. Now I would like to grace Miss Gracie, representing Marthavarya Samajam, accept basic views of those church. വന്ധ്യവൈദികരെ, പ്രിയമാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, ഞാൻ മർത്തമറിയ സമാജത്തെ റെപ്രസെൻ്റ് ചെയ്ത് ആക്ച്വലി ഞാൻ ഈ പ്രസംഗം ഇത് എൻ്റേതല്ല. മർത്തമറിയ സമാജം സെക്രട്ടറി സജനി സാമുവലിൻ്റേതാണ്. സജനി സാമുവലിന് ഇവിടെ വരണമെന്നും ഈ സ്പീച്ച് ചെയ്യണമെന്നും വളരെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി തന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ഇങ്ങോട്ട് തിരിക്കുന്നതിന് കുറച്ച് മുൻപേ വിളിച്ച് പറഞ്ഞു സുഖമില്ലാതിരിക്കുകയാണ് പുള്ളിക്കാരി സജനി സാമുവൽ. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരുവാൻ പ്രയാസമാണ് ഈ വെതറിൽ. അതുകൊണ്ട് ഈ സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് ഭർത്താവ് സജിയെ ഏൽപ്പിക്കുകയായിരുന്നു. അത് എന്നോട് അതൊന്ന് റീഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഐ എം ജസ്റ്റ് റീഡിങ് ദിസ് സ്പീച്ച് ഓൺ ബിഹാഫ് ഓഫ് സജനി സാമുവൽ, അവർ മർത്തമറിയം സമാജം സെക്രട്ടറി. ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്ന ആൻറ്റിയുടെ ഇഹലോകത്തിൽ നിന്നുമുള്ള വേർപാടിൽ ഞങ്ങളുടെ ഇടവകയായ സെൻറ്റ് ബെസേലിയോസ് എൽമോൺ ചർച്ച് വിമൻസ് ഫെലോഷിപ്പിൻ്റെ അനുശോചനം അറിയിക്കുന്നതിനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ആൻറ്റിയുടെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു. ആൻറ്റി ഞങ്ങളുടെ കൂട്ടായ്മയിൽ വളരെ റെഗുലറായി പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് ബൈബിൾ പഠന സമയത്ത് ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് അതിൽ വളരെ താല്പര്യത്തോടെ സംബന്ധിക്കുകയും ദൈവവചനം ഡിസ്കസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ആൻറ്റിയുടെ മറ്റുള്ള നല്ല സ്വഭാവങ്ങളോടൊപ്പം ഈ ഒരു സ്വഭാവവും നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. ശാന്തത, സൗമ്യത, ഇത് ആൻറ്റിയുടെ മുഖമുദ്രയാണ്. ആൻറ്റി അതിലൊക്കെ ഒരു റോൾ മോഡൽ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പേഴ്സണലായ ഒരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി 4 വർഷം മുൻപ് എൻ്റെ മാതാവ് പെട്ടെന്ന് കടന്നു പോയപ്പോൾ അന്ന് മുതൽ ഇപ്പോൾ വരെ വാക്കുകൾ കൊണ്ടും സാമീപ്യം കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും ഒക്കെ എന്നെ വളരെ ആശ്വസിപ്പിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത വ്യക്തി. അതിനൊക്കെ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ആൻറ്റി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ പെട്ടെന്നാണ് നമ്മെ വിട്ടുപോയത്. അത് വളരെ സങ്കടകരം ആണെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ മാത്രം എന്ന് കരുതി ആശ്വസിക്കാം. ഒരിക്കൽ കൂടി സെൻറ്റ് ബെസേലിയോസ് മർത്തമറിയം സമാജത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ആൻറ്റിയുടെ ജീവിതം നമുക്ക് ഒരു മാതൃകയായിരിക്കട്ടെ. നമുക്ക് ദൈവത്തിൽ നിന്നും ദാനമായി കിട്ടിയ ഈ ജീവിതം ദൈവമഹത്വത്തിനായി ഉപയോഗിക്കാം. ദൈവത്തോടെ കൂടുതൽ അടുത്ത് ജീവിക്കാം. Once again, I read this speech for Sajini Samuel, our Marthamariam Vinadam Samajam Secretary. എൻ്റെ ഒരു സെൻറ്റൻസ് ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ മാതാവിൻ്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന കുടുംബം, പുള്ളിക്കാരിയുടെ മരണസമയത്ത് ആ സമയത്ത് കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും അവിടെ സന്നിഹിതയായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും. മരിക്കുമ്പോൾ
പ്രാർത്ഥനയോടുകൂടി കടന്നു പോകാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു മാതാവിന്. ഞാൻ മറീസച്ചാൻ മരിച്ചപ്പോൾ പറഞ്ഞ വേർപാട് ദുഃഖം തന്നെയാണ്. എങ്കിലും കർത്താവ് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള സ്വർഗത്തിലുള്ള വാസസ്ഥലത്തെ കാത്തിരിക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് നമുക്ക് സമാധാനിക്കാം. ഇവിടെ ഒരു വേർപാടുണ്ടായപ്പോൾ അവിടെ ഒരു റീയൂണിയനും ഉണ്ടായിട്ടുണ്ട് എന്ന് സന്തോഷിക്കാം. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് എൻ്റെയും എൻ്റെ കുടുംബമായ പിഞ്ചമണ്ണൂർ ഫാമിലിയുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു മിസ് ജെസി. പാട്ടുള്ള സ്നേഹത്തെ വിവേകിനുള്ളവർക്ക് കാണാവുന്നതാണ്. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടുവാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നോ പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനെൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ? കഴിയുന്നോ യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നോ പമുണർന്നിടാൻ. ദേഹമെന്നോരാ വസ്ത്രമോരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നപ്പോൾ ആദിവ്യാധികൾ അന്യമാ. കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നോ പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാൻ എൻ്റെ സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നോ പമുണർന്നിടാൻ.
ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയനായ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ട പ്രാർത്ഥനയിൽ സാറാമാമയുമായുള്ള എൻ്റെ അടുപ്പവും എൻ്റെ കുടുംബത്തിൻ്റെ അടുപ്പവും ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബാന്ധവുമൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പറയുകയുണ്ടായി. ഒരു കാര്യം സത്യമാണ്, നിങ്ങളെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. വളരെ സ്വച്ഛന്തമായ ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വലിയ ആരോപങ്ങളില്ലാത്ത ഒരാൾക്കൂട്ടമാണ് ഞാനിവിടെ കാണുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഈ ഭാഗത്തൊരു വ്യൂയിങ് ഉണ്ടായാൽ ഒരു 10-20 അച്ഛന്മാരും 1-2 തിരുമേനിമാരും ധാരാളം പേരും വന്നിട്ട് സത്യത്തിൽ പ്രാർത്ഥന പോലും പലപ്പോഴും ചിലപ്പോഴെങ്കിലും സ്വസ്ഥമായി നടത്താനൊക്കാത്ത സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നിയന്ത്രിക്കുന്ന വൈദികർക്ക് പാട്ടിനിടയിൽ മാത്രമേ വ്യൂയിങ് പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒത്തിരി ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അനുശോചനം അർപ്പിക്കുവാനുള്ളവരുടെ തിരക്ക് കാരണം ഒരുപക്ഷെ അനുശോചനങ്ങളുടെ പദങ്ങൾ മുഴുവനും വളരെയധികം കട്ട് ചെയ്തിട്ട് ഭംഗിയല്ലാതെ പ്രസംഗിക്കേണ്ടി വരും. എന്നാൽ ഒരുപക്ഷെ ജീവിതത്തിൽ തൻ്റെ ശൈലിക്കൊത്തവണ്ണം സ്വച്ഛന്തമായ ഒരു യാത്രയയപ്പാണ് ആൻറ്റിക്ക് നമ്മുടെ കൂട്ടത്തിൽ ലഭിക്കുന്നത്. ആരോഗ്യങ്ങളില്ലാതെ, ആൾത്തിരക്കില്ലാതെ, കാലാവസ്ഥയുടെ പ്രാതികൂല്യതയെക്കുറിച്ച് ഒരുപക്ഷെ നമ്മളൊക്കെ പറയുമായിരിക്കാം. പക്ഷേ ഒരുപക്ഷെ ബൊക്കിപ്സിയിലെ അത്രയും സ്നോ ഇവിടെ ഇല്ല. 3 മണിക്കൂർ 3.25 മണിക്കൂർ എടുത്തു ഞാൻ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്താൻ. അപ്പോൾ പിന്നെ സാറാമാമയുടെ സ്വഭാവ ശൈലിക്ക് അനുയോജ്യമായി ഹൃദയത്തോട് ഒട്ടി നിന്ന മനുഷ്യർ മാത്രം പങ്കെടുക്കുന്ന ഒരു യാത്രയായപ്പാണതല്ലേ, ആൾത്തിരക്കധികമില്ലാതെ. ഒരുപക്ഷെ ഷാജിയെയും ബോബിയെയും ഒക്കെ ഇവിടെ ഒരുമിച്ച് കാണുമ്പോൾ, നിങ്ങളെയൊക്കെ മുഖം കാണുമ്പോൾ വളരെ കുഞ്ഞുങ്ങളായിരുന്ന കാലത്ത് നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞതാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. കണ്ടുമുട്ടുകയും വീടുകളിൽ കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അപ്പായെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞപ്പോൾ അപ്പായും അമ്മച്ചിയും ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തക്കവണ്ണം തയ്യാറെടുക്കുകയാണ്. പാപ്പ 85 വയസ്സുള്ള ഇവിടെ ഇരിക്കുന്ന ആരെക്കാളും ആരോഗ്യവാനായൊരു മനുഷ്യനാണ്. അമ്മച്ചി നേരെ തിരിച്ചാണ്, 78 വയസ്സുള്ള ഏറ്റവും ആരോഗ്യം കുറഞ്ഞ ആളും. പക്ഷേ 2 പേർക്കും പാപ്പച്ചായനോടും അമ്മാമ്മയോടുമുള്ള അടുപ്പം അതിതീവ്രമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് വലിയ അപ്പച്ചനോടുള്ള അമ്മച്ചിയോടുള്ള അടുപ്പം മുതൽ അതങ്ങനെ തലമുറകളായി തുടർന്നു വന്നതാണ്. ഒരു വളരെ മറക്കാനൊക്കാത്തൊരു സത്യമുണ്ട്. ഇന്ന് അമ്മാമ്മ നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ ഇനിയൊരു പക്ഷേ ഞാനീ മുഖം ഭൂമിയിൽ കാണില്ല, നിങ്ങളാരും കാണില്ല. ബോബിയോ മക്കളോ ഒക്കെ കൂടെ ഒരു പ്രാവശ്യം അല്ലെ പള്ളിയിൽ വെച്ച് കാണും. പക്ഷേ ഈ ലോകത്തിലെ ജീവിതത്തിൽ ഈ കർത്തൃദാസി അവശേഷിപ്പിച്ചു പോകുന്ന ചില സ്പന്ദനങ്ങളുണ്ട്. സം റിമൈൻസ്. അതിനെക്കുറിച്ചാണ് ഈ സന്ധ്യയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് എത്തുമ്പോൾ 50-ാം അധ്യായത്തിൽ യൗസേപ്പ് കടന്നു പോകുന്ന രംഗമുണ്ട്. യൗസേപ്പിനെ പരിചയപ്പെടുന്നതിൻ്റെ ആവശ്യമില്ല. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കൾ. യൗസേപ്പ് സുന്ദരനായിരുന്നു, ഭക്തനായിരുന്നു, അപ്പന് പ്രിയപ്പെട്ടവനായിരുന്നു. ഇവർ കനാൻ ദേശത്തായിരുന്നു. കനാൻ ദേശത്തു നിന്നാണ് യൗസേപ്പ് വിൽക്കപ്പെട്ട് ഫറവോൻ്റെ അടുക്കൽ ചെല്ലുന്നത്. ആ കഥയും നമുക്കറിയാം. എന്നാൽ ഫറവോൻ്റെ അടുക്കൽ നിന്ന് വീണ്ടും കനാനിലേക്ക് തിരികെ വരുന്നത് മോശ മുഖാന്തരമാണ്. അപ്പോൾ കനാൻ ദേശത്ത് ജീവിച്ചിരുന്ന, കനാൻ ദേശത്ത് വസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാർ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നു. അവിടെയുള്ള അവരുടെ അസൈൻമെൻ്റ് എല്ലാം കഴിയുമ്പോൾ അവർ നിർബന്ധമായും തിരികെ കനാൻ ദേശത്തേക്ക് വരുന്നു. ഈ ഒരു യാത്രയെക്കുറിച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചാട്ടാണ്.
അവരുടെ വാസസ്ഥലവും അവരുടെ സ്വന്തം സ്ഥലവും കനാൻ ദേശമാണ്. എന്നാൽ വിധിയുടെ ഭാഗമെന്നുള്ള നിലയിൽ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമെന്നുള്ള നിലയിൽ അവർ കുറച്ചു നാളത്തേക്ക് വിദേശത്ത് വസിക്കേണ്ടി വന്നു. അതിനൊരു മുഖാന്തരമായിട്ടാണ് ജോസഫിനെ വിൽക്കുന്നത്. ഒരുപക്ഷെ സഹോദരങ്ങൾ ചതിച്ചു എന്നോ ഉപദ്രവിച്ചു എന്നോ ഒക്കെ നമ്മൾ പറയാം, പക്ഷെ അത് സംഭവിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ യൗസേപ്പ് അനുഭവിച്ച ദുരന്തങ്ങളും നൊമ്പരങ്ങളും മുഴുവനും, മറ്റൊരു ദേശത്ത് അനുഭവിച്ച ദുരന്തങ്ങളും വേദനകളും മുഴുവനും യൗസേപ്പിൻ്റെ കുടുംബത്തെ മുഴുവനും വലിയൊരു ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള പ്രവാസകാലമായിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞു, യൗസേപ്പ് മരിക്കുന്നു. അവിടെയാണ് വളരെ വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ്. യൗസേപ്പ് മരിക്കുന്നു. അവൻ തൻ്റെ സഹോദരങ്ങളോട്, ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യൗസേപ്പ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. യൗസേപ്പ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. സ്വന്തം സ്ഥലമായ കനാൻ ദേശത്ത് നിന്ന് വിൽക്കപ്പെട്ട് മറ്റൊരു അമ്മയുടെ മകനായി യൗസേപ്പ് മാറി. ആ അമ്മയുടെ മകനായി കൊട്ടാരത്തിൽ യൗസേപ്പ് വളരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അമ്മ എന്നുള്ളത് അലിഗോറിക്കൽ ഭാഷയിലാണ് പറഞ്ഞത്, മറ്റൊരു ഉടമസ്ഥതയിൽ യൗസേപ്പ് അവിടെ താമസിക്കുമ്പോൾ യൗസേപ്പിന് കൊട്ടാരത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും കിട്ടി. അതേസമയം തന്നെ വ്യഭിചാരി എന്ന പേരുദോഷവും കിട്ടി. അവിടെ നിന്ന് യൗസേപ്പ് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ യൗസേപ്പ് മന്ത്രിയാകുന്നുണ്ട്. യൗസേപ്പ് ഏറ്റവും ഉന്നതാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഫറവോൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് യൗസേപ്പ് എത്തുന്നുണ്ട്. അപ്പോൾ യൗസേപ്പിൻ്റെ ഈ പരദേശവാസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, സുഖങ്ങളുടെ വലിയ ഒരു പ്രഹേളിക ഉണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. അതേസമയം നൊമ്പരങ്ങളുടെ വലിയ കുത്തൊഴുക്കും ഉണ്ടായിരുന്നു. അവൻ കൊട്ടാരത്തിൻ്റെ പട്ടുമെത്തയുടെ അനുഭവത്തിൽ താമസിക്കുമ്പോഴും സ്വന്തം അപ്പനെയും ചാർച്ചക്കാരെയും വിട്ടുപിരിഞ്ഞ വേദന മനസ്സിലുണ്ടായിരുന്നു. ഇനി ചിന്തിക്കുക, സാറാമാമ കൂടലുകാരിയോ കോന്നിക്കാരിയോ ന്യൂയോർക്കുകാരിയോ ആയിരുന്നില്ല. അവൾ സ്വർഗീയ കനാന്റെ ഉടമസ്ഥതയിലുള്ളവളായിരുന്നു. കുറച്ച് നാളത്തേക്ക് അവൾ ഭൂമിയിലേക്കുള്ള പരദേശവാസത്തിന് വന്നു. അവൾ ജനിച്ചതൊരു ഭവനത്തിൽ, മറ്റൊരു ഭവനത്തിലേക്ക് അവൾ പറിച്ചു നടപ്പെട്ടു. അവിടെ അവൾ മക്കളെ ജനിപ്പിച്ചു, മാതാപിതാക്കളെ പരിരക്ഷിച്ചു, ഭർത്താവിനെ സ്നേഹിച്ചു, ചാർച്ചക്കാർക്കും കുടുംബാംഗങ്ങൾക്കും സ്വച്ഛന്തമായ സ്നേഹം പകർന്നു. ഒരുപക്ഷെ ആ വലിയ ഔന്നത്യത്തിലിരുന്നപ്പോഴും അവളുടെ മനസ്സിനകത്തിൽ നൊമ്പരങ്ങൾ ഉണ്ടായിരിക്കാം. മുമ്പേ അങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ പോലും ദേഷ്യം പ്രകടിപ്പിക്കാത്ത മക്കളോട് ഒരു വിഷയം ഉണ്ടായിരിക്കാം. ഒരിക്കൽ പോലും മറ്റു മനുഷ്യർക്കൊരു നൊമ്പരത്തിൻ്റെ വാക്ക് കേൾക്കാൻ ഇടയാകാത്ത ആ വ്യക്തിത്വത്തിനകത്തും ഒരുപക്ഷെ ചിലപ്പോൾ ചില മൗന നൊമ്പരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ കുടുംബജീവിതത്തിൽ തലമുറകളെ കൊണ്ട് ദേവാലയത്തെ കൊണ്ടൊക്കെ സന്തോഷം അനുഭവിച്ച പരദേശവാസത്തിൽ കഴിഞ്ഞപ്പോഴും അവൾക്ക് അവളുടേതായ മൗന നൊമ്പരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഇന്ന് യൗസേപ്പിനെ പോലെ യാത്രയായി. എന്താണ് ഈ അമ്മയ്ക്ക് നമ്മോട് പറയാനുള്ളത്? യൗസേപ്പിനെ കുറിച്ച് പറയുമ്പോൾ അപ്പൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്നു. രണ്ടാമത്, അവൻ ഉപദ്രവങ്ങൾ സഹോദരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയവനായിരുന്നു. മൂന്നാമത്, പരിശോധനയുടെ ഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ നൈർമല്യത കാത്തവനായിരുന്നു. നാലാമത്, അവൻ ഔന്നത്യത്തിലെത്തിയപ്പോഴും സ്വന്തം രക്തത്തെ മറക്കാത്തവനായിരുന്നു. അപ്പോൾ അപ്പന് പ്രിയപ്പെട്ടവളായ ഈ മകൾ, കനാൻ ദേശത്തിൻ്റെ ഉടമയായ അപ്പന് പ്രിയപ്പെട്ടവളായ ഈ മകൾ, അവൾ ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നൊമ്പരങ്ങളിൽ പോലും മൗനമായിരുന്ന അവൾ ഈ ദേശത്ത് വാസം അവസാനിപ്പിച്ച് യാത്രയായപ്പോൾ യൗസേപ്പിനെ പോലെ പറഞ്ഞു കാണും ബോബിയോടും കുടുംബത്തോടും മക്കളോടും നമ്മോടുമൊക്കെ, നിങ്ങൾ എൻ്റെ അസ്ഥികൾ സൂക്ഷിക്കണം.
ഈ അസ്ഥികൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ശരീരത്തിനകത്ത് ഈ അസ്ഥിയാണെന്ന് ഇവിടെ തെറ്റിദ്ധരിക്കരുത്. യൗസേപ്പിൻ്റെ കാര്യത്തിൽ അതായിരുന്നു. യൗസേപ്പിൻ്റെ കാര്യത്തിൽ യൗസേപ്പ് പറഞ്ഞത്, എൻ്റെ അസ്ഥി ഫറവോൻ്റെ മണ്ണിൽ മറയപ്പെടാനുള്ളതല്ല, ആ അസ്ഥി കനാനിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ടാണ് അവർ ചെങ്കടൽ കടന്നപ്പോൾ യൗസേപ്പിൻ്റെ അസ്ഥി കാത്തുസൂക്ഷിച്ച് കനാനിലേക്ക് കൊണ്ടുപോയത്. ഇതിൽ നിന്നാണ് റിലിക്സ് സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന അതിമഹത്തായ പാരമ്പര്യം ക്രൈസ്തവ സമൂഹത്തിലുണ്ടായതെന്ന് മറക്കരുത്. ഇനിയും ഈ അമ്മ ശേഷിപ്പിച്ചിരിക്കുന്ന തിരുശേഷിപ്പുകൾ എന്തൊക്കെയാവാം? പണ്ടൊരിക്കൽ ഒരു ധനാഢ്യരായ കുടുംബത്തിൽ കുടുംബസ്വത്ത് വീതം വെച്ചു. വീതം വെച്ചപ്പോൾ മക്കളെല്ലാവരും കൂടി. അപ്പൻ ചെറുപ്പത്തിൽ കടന്നുപോയി. അമ്മ മക്കളെല്ലാം പ്രായമായി കഴിഞ്ഞ്, ആ മക്കളിൽ പലരും അമേരിക്കയിലുണ്ട്, അവരെല്ലാവരും പ്രായമായി കഴിഞ്ഞ് കുടുംബസ്വത്ത് വീതം വെക്കുന്നു. വികാരി അച്ഛൻ എന്നുള്ള നിലയിൽ എന്നെയും വിളിച്ചു കുടുംബസ്വത്ത് വീതം വെക്കാൻ. സംഭവിക്കാത്ത കാര്യമാണല്ലോ, എന്തായാലും വിളിച്ചു. ഞാനും ചെന്നു. 8 മക്കൾക്കും കൂടെ ഒരു പെങ്ങൾ മാത്രമാണ്. കുടുംബസ്വത്ത് വീതം ഇഷ്ടംപോലെ സ്വത്തുള്ള പഴയ കുടുംബം, നല്ലൊരു 4 കെട്ടുമൊക്കെ ഉണ്ട്, മനോഹരമായ 4 കെട്ട, പഴയ ജന്മിമാരാണ്. പക്ഷെ മക്കൾക്കെല്ലാം നല്ല സ്വത്ത് വിദേശങ്ങളിലായിട്ട് ഉണ്ട്. കുടുംബസ്വത്ത് വീതം വെക്കുന്ന കാര്യം വന്നപ്പോൾ ഈ ഒരു മോള് 7 അച്ചാച്ചന്മാരുടെയും കൂടെ ഇരുന്നിട്ട് പറഞ്ഞോളെ, ഏറ്റവും ഇളയ മകളാണ്. അച്ചാച്ചന്മാർ തീരുമാനിച്ചു, ഇതിലെ കൂടുതൽ സ്വത്തും ഞങ്ങളുടെ കുഞ്ഞു പെങ്ങൾക്ക് കൊടുക്കുക. മൂത്ത അച്ചായൻ അത് പ്രഖ്യാപിച്ചിട്ട്, അച്ഛാ ഞങ്ങളുടെ താല്പര്യം ഇതാണ്, അച്ഛൻ്റെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞു, വളരെ സന്തോഷമാണ്, എൻ്റെ അപ്പനും അതാണ് ചെയ്തത് എന്ന് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. എല്ലാം പറഞ്ഞു. ഒരു നിമിഷം മൗനം. ഈ പെങ്ങളവിടെ വന്നുകൊണ്ട് പറഞ്ഞു, അച്ഛാ, വലിച്ചാച്ച, അച്ചാച്ചന്മാരെ, നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ പെങ്ങൾക്ക് ഈ കുടുംബത്തിൽ നിന്ന് ഒരു നയ പൈസ പോലും വേണ്ട. പക്ഷേ എനിക്ക് ആഗ്രഹമുള്ള ഒരു സാധനമുണ്ട്, അത് നിങ്ങൾ എനിക്ക് തന്നാൽ സന്തോഷമായിരുന്നു. എല്ലാവരും ശ്രദ്ധയോടെ നോക്കി. ചോദിച്ചു, എന്താ മോളെ അത്? വലിച്ചാച്ചൻ ചോദിച്ചു. പറഞ്ഞു, നമ്മുടെ അമ്മച്ചി അപ്പച്ചൻ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ മുതൽ എന്നും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആ ഒരു തഴപ്പായുണ്ടല്ലോ, അത് ആ അറയ്ക്കകത്തിരിപ്പുണ്ട്. അതെനിക്ക് കിട്ടിയ ഉപകാരമായിരുന്നു. എൻ്റെ അമ്മയുടെ കണ്ണുനീരും എൻ്റെ അമ്മയുടെ മൂക്ക് ചീറ്റലും നൊമ്പരങ്ങളും ഒത്തിരി വീണ ആ പ്രാർത്ഥനപ്പായി എനിക്ക് കിട്ടിയാൽ സന്തോഷമായിരുന്നു. സ്നേഹിതരെ, ഈ അമ്മ നിങ്ങളോടൊപ്പം മാർത്തോമാ സമാജത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, നിങ്ങളോടൊപ്പം വേദപഠന ക്ലാസ്സിൽ ഇരുന്നപ്പോൾ, ജയയ്ക്ക് വേണ്ടി, മോന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒഴികെ കണ്ണുനീരുണ്ടല്ലോ, അതായിരിക്കും ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. യൗസേപ്പ് പറഞ്ഞതുപോലെ ഈ അമ്മ ഇന്ന് ബോബിയോടും കുടുംബത്തോടും പറയുന്നു, എൻ്റെ അസ്ഥിയായി ഞാൻ ഏൽപ്പിച്ചു തന്ന കണ്ണുനീര് സൂക്ഷിക്കണം, പ്രാർത്ഥനയുടെ കണ്ണുനീര്. മാത്രവുമല്ല, പലപ്പോഴും വാങ്ങിപ്പോയവരെ സംസ്കരിച്ചു കഴിയുമ്പോൾ നമ്മുടെ സഭയുടെ രീതി അനുസരിച്ച് ഓർമ്മ പ്രാർത്ഥനയും ധ്രുവപ്രാർത്ഥനയും ഒക്കെ നടത്താറുണ്ട്. 40 ദിവസത്തോളം കിടക്ക വിരിച്ച് സൂക്ഷിക്കുകയും അവിടെ തിരികെത്തിച്ച് സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഞാനെപ്പോഴും പറയും, അത് കഴിഞ്ഞാലും കിടക്ക മടക്കിയാലും വാങ്ങിപ്പോയവരുടെ സാന്നിധ്യം വിസ്മരിക്കരുത്. കാരണം യൗസേപ്പ് പറഞ്ഞു, എൻ്റെ അസ്ഥി നിങ്ങളുടെ കൂട്ടത്തിലായിരിക്കണം. വാങ്ങിപ്പോയവരുടെ അത്യാവശ്യം പ്രധാന ഉപകരണങ്ങൾ, അമ്മ ഉപയോഗിച്ചൊരു വേദപുസ്തകം ഉണ്ടെങ്കിൽ അത് തലമുറകൾക്ക് മക്കളുടെ കയ്യിലുണ്ടാവണം. എനിക്കൊരു കുടുംബത്തെ അറിയാം, കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ക്രൈസ്തവ കുടുംബമാണ്. അവിടെ എല്ലാ ആൺമക്കളും ഉപയോഗിക്കുന്ന വിവാഹമോതിരം ഒരൊറ്റ മോതിരമാണ്. നമുക്കൊരു പക്ഷേ അതിശയം തോന്നും, സങ്കല്പിക്കാൻ കഴിയില്ല. അവരുടെ 4 തലമുറയ്ക്ക് അപ്പുറത്തുള്ള വലിയപ്പൻ ഉപയോഗിച്ച ഒരു വിവാഹമോതിരം. ആ വിവാഹമോതിരമാണ് ഇന്നും ആ കുടുംബത്തിൽ എല്ലാ ആൺമക്കളുടെയും വിവാഹത്തിന് ഉപയോഗിക്കുന്നത്. അത് കഴിയുമ്പം മറ്റൊരു മോതിരം അച്ഛന്മാരെ കൊണ്ട് വാഴ്ത്തിച്ച് അവർ കയ്യിലിടും. പക്ഷേ വിവാഹത്തിന് ഉപയോഗിക്കുന്ന ഈ മോതിരമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ അമ്മമാർ ഉപയോഗിച്ച വേദപുസ്തകങ്ങളില്ലേ,
അപ്പന്മാരുപയോഗിച്ച വേദപുസ്തകങ്ങളില്ലേ, നഷ്ടപ്പെടുത്തരുത്. ഭാഷ മലയാളമോ ചെന്തമിഴോ കൊടുന്തമിഴോ ഇംഗ്ലീഷോ എന്തുമായിക്കൊള്ളട്ടെ, നഷ്ടപ്പെടുത്തരുത്. കാരണം അവരുടെ കൈകൾ സ്പർശിച്ച, അവരുടെ എനർജി പങ്കുവച്ച, അവരുടെ കണ്ണുകൾ കൊണ്ട് വായിച്ച് തഴുകിയ വേദപുസ്തകത്താളുകൾ അതിൻ്റെ ആദ്യത്തെ പേജും അവസാനത്തെ പേജും ഒക്കെ മുറിഞ്ഞു പോയാലും, എൻ്റെ അപ്പായിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ വലിയ അക്ഷരമുള്ളൊരു വേദപുസ്തകം വാങ്ങിച്ചു കൊടുത്തു. കാറ്ററാക്റ്റിൻ്റെ സർജറി നടത്തി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയും വലിയതൊന്നും വേണ്ട, പഴയ വേദപുസ്തകം മതി. 1952 വാങ്ങിച്ച വേദപുസ്തകം. എൻ്റെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ എൻ്റെ അപ്പായുടെ കയ്യിലിരിക്കുന്നത് കണ്ട വേദപുസ്തകം. ഞാൻ പറഞ്ഞു, അത് താത്തു വെക്കല്ലേ, ആർക്കും വിൽപ്പത്രത്തിൽ എഴുതി വെക്കല്ലേ, അത് എനിക്കായിരിക്കണം, അതിൻ്റെ അവകാശം ഞാനായിരിക്കണം. പെങ്ങൾ വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കണേ അവർക്ക് കൊടുക്കാം. പക്ഷേ എൻ്റെ അപ്പൻ സ്പർശിച്ച, എൻ്റെ അപ്പൻ ഉപയോഗിച്ച വേദപുസ്തകം നിസ്സാരമല്ലാതെ, എൻ്റെ അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയിൽ കൊണ്ടുപോകാൻ സ്ഥിരം ഉപയോഗിക്കുന്ന വെള്ളയിൽ നീല പ്രിൻ്റുള്ള എൻ്റെ അമ്മ സ്ഥിരം ഉപയോഗിക്കുന്ന സാരി നിസ്സാരമല്ലാതെ, നിസ്സാരമല്ല. എൻ്റെ അപ്പ ഉപയോഗിക്കുന്ന രഹസ്യ പ്രാർത്ഥന ക്രമങ്ങൾ, അതൊക്കെ സ്നേഹിതരെ തലമുറകൾക്ക് കാത്തുവെക്കാനുള്ള അസ്ഥികളാണ്. മറക്കരുത്. അപ്പനെ മറന്നാൽ, അമ്മയെ മറന്നാൽ, അതിനപ്പുറം മറ്റൊരു കൊലപാതകം, ആത്മഹത്യ ജീവിതത്തിൽ സംഭവിക്കാനില്ല. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ ഈ കുടുംബത്തിന് വേണ്ടി രണ്ടാമത് ശേഷിപ്പിച്ചിരിക്കുന്ന അമ്മ ഉപയോഗിച്ച വേദപുസ്തകങ്ങളുണ്ടെങ്കിൽ, ഏറ്റവും പ്രിയപ്പെട്ട ഉപകരണങ്ങളുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തരുത്. കാരണം അതിൽ ആ അമ്മയുടെ കരസ്പർശനമേറ്റതാണ്. അത് ജീവനുള്ളതാണ്, ജീവസുറ്റതാണ്, അത് തിരിശേഷിപ്പുകളാണ്. പണ്ടത്തെ കാലത്ത് ഫോട്ടോഗ്രഫി വരുന്നതിന് മുമ്പ് കേരളത്തിൽ മരിച്ചു പോകുന്ന ഭവനങ്ങളിൽ, ഹിന്ദുക്കളുടെ ഭവനങ്ങളിൽ, അവരുടെ കാൽപാദങ്ങളിൽ ചന്ദനം അരച്ചത് പുരട്ടിയിട്ട് പ്ലാവിൻ്റെ പലക ഒരു കാലിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഈ ചന്ദനത്തിൻ്റെ ആ ഒരു ലെയറിലേക്ക് ഈ കാല് പതിപ്പിച്ച് ആ കാലിൻ്റെ രൂപം ഈ പലകയിൽ സൂക്ഷിച്ച് തലമുറകൾ വെക്കുമായിരുന്നു. അങ്ങനെയുള്ളത് ചില വീടുകളിൽ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ പഴയ ഒരു ആചാരമാണ്. ഭൂമിയിൽ നടന്ന കാലുകൾ അവസാനമായി ഭൂമിയിലെ ഏറ്റവും സുഗന്ധമായ ചന്ദനത്തിൽ തൊട്ടിട്ട് അത് ഒരിക്കലും കാതൽ നശിച്ചു പോകാത്ത പ്ലാവിൻ്റെ പലകയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതെൻ്റെ വല്യച്ഛൻ്റെ കാൽപ്പാടുകളാണെന്ന് പറഞ്ഞ് കൊച്ചുമക്കൾ സൂക്ഷിക്കുന്ന പാരമ്പര്യം. ഒരുപക്ഷെ അത്തരത്തിലുള്ള വളരെ ലളിതമായ ചടങ്ങുകളെ പുച്ഛിച്ചു തള്ളുന്നതാണ് മോഡേൺ റീസണിസം. യെസ്, this sort of rational thinking we may not be ready to accommodate and continue, but still it has its own simple, tangible and fragile feelings. ആ ഫീലിങ്സ് ആണ് വാസ്തവത്തിൽ നമ്മുടെ ബന്ധങ്ങളെ നിലനിർത്തുന്നത്. യൗസേപ്പിൻ്റെ അസ്ഥികളെ കൊണ്ട് അവർ ചെങ്കടൽ കടന്നു. തിരമാലകൾ രണ്ടു വശത്തും ശക്തമായി നിന്നപ്പോഴും യൗസേപ്പിൻ്റെ അസ്ഥി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ബോബിയുടെയും നിങ്ങളുടെയൊക്കെയും കുടുംബജീവിതത്തിൽ ഇനി അങ്ങോട്ട് അപ്പായും അമ്മയും ഏറെ പ്രാർത്ഥിക്കാനുണ്ട്. തിരമാലകൾ ഒത്തിരി ശക്തമായി വരും. ഒരുപക്ഷെ ഇതുവരെ അത്യാവശ്യം വരുമ്പോൾ നിങ്ങൾക്കൊക്കെ മമ്മി പ്രാർത്ഥിക്കണമെന്ന് പറയാമായിരുന്നു, അല്ലേ? നേരിട്ട് വിളിച്ച് പറയാമായിരുന്നു, നാട്ടിലാണെ ഫോൺ ചെയ്ത് പറയാമായിരുന്നു. ഇനി അത് പറ്റില്ല. പക്ഷേ ഇനി നിങ്ങൾക്ക് ഫോൺ ചെയ്യണ്ട, നിങ്ങൾക്ക് വാ തുറക്കണ്ട, കണ്ണടച്ചാൽ നിങ്ങളുടെ മമ്മിയോട് സംസാരിക്കാം. മമ്മി പ്രാർത്ഥിക്കണം, പപ്പ പ്രാർത്ഥിക്കണം, ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് ദിസ്. പപ്പ പ്രാർത്ഥിക്കണം, ഐ ആം ഗോയിങ് ടു ഡു ദിസ്. അപ്പച്ചി അമ്മച്ചി പ്രാർത്ഥിക്കണം, ഐ ആം ഗോയിങ് ടു ഡു ദിസ്, ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് ദിസ്. That is going to be the most blessed situation in your life because they are now closer to God. They are now closer to God. So ഇതാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. എൻ്റെ അപ്പ, എൻ്റെ അമ്മ ദൈവത്തോട് കൂടുതൽ അടുത്ത് ദൈവസന്നിധിയിലായി. അതുകൊണ്ട് ഞാനിനി എന്തിനാണ് വിഷമിക്കുന്നത്? എനിക്ക് കുറച്ചുകൂടെ ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ പാപ്പച്ചാൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടല്ലോ എന്ന് ബോബിക്കും നിങ്ങൾക്കെല്ലാവർക്കും ആശ്വസിക്കാം. ആ പ്രാർത്ഥനയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മൂന്നാമത് സൂക്ഷിക്കേണ്ട അസ്ഥി. അതായത് അപ്പനോടും അമ്മയോടും കണ്ണടച്ച് അവരെ കണ്ട് അവരുടെ മുഖത്ത് നോക്കി എന്നും രാവിലെ അപ്പ അമ്മേ പ്രാർത്ഥിക്കണേ
എന്ന് അപേക്ഷിക്കുന്ന ഒരവസ്ഥ. എൻ്റെ ഫാദറിലോ കടന്നുപോയി, കൊച്ചമ്മയുടെ അമ്മ, കൊച്ചമ്മയുടെ അപ്പ കടന്നുപോയി. എനിക്കറിയില്ല, ഞാനാണ് അടക്കിയത്. രോഗസമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. മക്കളെക്കാൾ മരുമകൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കൈകളിൽ താലോലിച്ച് കൊണ്ട് നടത്തി. അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ്സ് സമയത്തും എല്ലാം അവസാന നിമിഷം വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നും വ്യക്തിപരമായി പറഞ്ഞാൽ അദ്ദേഹത്തെ വാങ്ങിപ്പോയവരുടെ പട്ടികയിൽ ഓർത്ത് ചൊല്ലാൻ എനിക്ക് അങ്ങോട്ട് ഒക്കുന്നില്ല. ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, യു ഗോട്ട് ദ തിയോളജിക്കൽ ഓറിയന്റേഷൻ, യു നോ ദാറ്റ് ഹി ഈസ് നോ മോർ ഓൺ എർത്ത്, ബട്ട് സ്റ്റിൽ വൈ ദി സ്ട്രഗിൾ? ദാറ്റ് മീൻസ് Bible and the Orthodox theology taught me that heart, those who are beyond our eyesight, they are not dead, they are still alive. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞ് അപ്പായും അമ്മയും കാത്തുകൊള്ളണേ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മാവിയപ്പൻ കടന്നുപോയി എന്നൊരു ചിന്ത എനിക്കില്ല. ഹി ഈസ് സ്റ്റിൽ വിത്ത് മീ, ഹി ഈസ് സ്റ്റിൽ വിത്ത് മീ. അല്ലെങ്കിൽ തിരുവചനം തിരുത്തി എഴുതണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. എന്നേക്കും ജീവിക്കാൻ വേണ്ടിയാണ് ഈ അപ്പം തിന്നുന്നത്. യേശുക്രിസ്തുവിൻ്റെ മൃതമായ ശരീരമല്ല, ഉയർത്തെഴുന്നേറ്റ ശരീരമാണ് ഈ അമ്മ ഭക്ഷിച്ചതെങ്കിൽ ഇവളുടെ ജീവൻ ഇന്നും ഇപ്പോഴും സജീവമാണ് എന്ന സത്യം വിസ്മരിക്കരുത്. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ബലം. 3 അസ്ഥികൾ നിങ്ങളുടെ കുടുംബത്തെ കാക്കട്ടെ. എപ്പോഴും സ്നേഹിതരുടെ മനസ്സിൽ ഈ മുഖം ഓർമ്മ വരുമ്പോഴൊക്കെ ഈ കർത്തൃദാസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. പ്രാർത്ഥനയിൽ വീണ്ടും നമ്മൾ ഒരുമിച്ച് കാണും വരെയും, ഈ അമ്മയെ മുഖാമുഖം കാണും വരെയും പ്രാർത്ഥനയിൽ പരസ്പരം ബന്ധപ്പെടാൻ ദൈവം ഇടയാക്കട്ടെ. എല്ലാ ബലവും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന് കാത്തുകൊള്ളട്ടെ. ശവസംസ്കാര ശുശ്രൂഷകൾ അനുഗ്രഹകരമായി നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു മിസ്റ്റർ ബഹുമാനപ്പെട്ട അച്ഛൻ. ഈ സമയത്ത് ഒരു പാട്ട് പാടുന്നതായിരിക്കും. ആ സമയത്ത് വീവിങ്ങിനുള്ളവർക്ക് വീവിങ് വരാവുന്നതാണ്. മൺമയമാമിയുലകിൽ കാൺമതുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ, വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും, മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും, മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 7-10 ഏറിയായാൽ 80 മാത്രം, നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം, നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി, ശോകകൊടും വെയിലയോ വീഴുന്നു വാടി, ശോകകൊടും വെയിലയോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്ക് സ്വർഗം ആ സ്വന്ത ദേശം, കേവലമീ പാരിടമോ വെറും പരദേശം.
കേവലമീ പാരിടമോ വെറും പരദേശം മൺമയമാമീയുലകിൽ കാൺമതുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. At this time, I would like to invite Ms. Rebecca Jacob, Youth Representative of St. Basilius Orthodox Church. Respected Ajahns, grieving family and friends, as a child of St. Basilius Orthodox Church, who's grown up with the love and support of the loving members of our community, I feel incredibly blessed. As I stand here and reflect and think about my own Amachis and Abachins back home, it's always been a great distance to ever see them, so the Apachins and Amachis of our churches have been and have played incredibly important roles in raising the children of our church and raising us to be the amazing people and kind people that we are. Amachi was one of those Amachis. She was very special to me and every child and member of the St. Basilius Orthodox Church. It's painful now to see her like this, as it is for the rest of our church, and she will be incredibly blessed, but it is as the faith that brings us together teaches, she is at peace and is watching over all of us. We have her now as one of our angels, and we could not be more lucky. She will be incredibly missed by all of us. We are grateful for the lessons that she's taught us, and as we move forward, those are the lessons that we will continue to live by and keep her in our memory. So on behalf of the St. Basilius Orthodox Church and the children and Sunday school, I give my condolences and wanted to say that she will never be forgotten.